ഹലോ എല്ലാവർക്കും ഹായ് എൻ്റെ വീഡിയോയിലോട്ട്. അപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുഖം കണ്ടാലും നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാവും. അപ്പം എൻ്റെ മുഖത്തെ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം ഞാൻ അവസാനം വെച്ചു, കണ്ടില്ലേ ഞാൻ കണ്ണട വെച്ചു. എൻ്റെ ലെഫ്റ്റ് കണ്ണിന് പ്രശ്നമായിരുന്നു. ആശുപത്രിയിൽ പോയി, ഡോക്ടറെ കണ്ടു, കണ്ണ് ടെസ്റ്റ് ചെയ്തു, അങ്ങനെ കുറേ ടെസ്റ്റ് ചെയ്തു, അങ്ങനെ സ്കാനൊക്കെ ചെയ്തു. കണ്ണിങ്ങനെ ഒരു മിഷീനൊക്കെ വെച്ചിങ്ങനെ താടി ഇങ്ങനെ വെച്ച് കണ്ണൊക്കെ വെച്ചിങ്ങനെ അപ്പം ടെസ്റ്റൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇതാണ് ഫസ്റ്റ് കണ്ണട. എനിക്ക് 2 കണ്ണടയുണ്ട്. കാരണം ഒന്ന് കളിക്കാനൊക്കെ ഞാൻ പോകും, കുറേ കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെ പോകുമ്പോൾ വയ്ക്കാനും, ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ വയ്ക്കാനും, ഒന്ന് കളിക്കാനും വീട്ടിലുമൊക്കെ വയ്ക്കാനും, പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ. അപ്പം പുറത്ത് പോകുമ്പം ഈ നീലയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കിഷ്ടമുള്ളത് ഞാൻ മാറ്റി വയ്ക്കും അല്ല പിന്നെ. അപ്പം ഒന്ന് ഇതാണ്, പിന്നെ വേറെ എടുത്ത് കഴിക്കാം. ഇതിൻ്റെ കവർ ഇതാണ്, ബ്ലൂ കളർ കണ്ണടയുടെ കവറും ബ്ലൂ കളർ കണ്ണടയും. പിന്നെ ഇപ്പം ഇങ്ങനൊരു പിങ്ക് കളറാണ് വരുന്നത്. പിങ്ക് കളർ കണ്ട വൈറ്റാണെന്ന് വിചാരിക്കും, പക്ഷെ പിങ്ക് കളറാണ് കേട്ടോ. പിങ്ക് കളറും ബ്ലൂ കളറും കണ്ണടയാണ്. ഞാൻ വെച്ച് കാണിക്കാം. എപ്പോഴും ഈ കണ്ണട ഊരാൻ പാടില്ല, കിടക്കുമ്പോൾ മാത്രം ഊരാൻ പാടുള്ളൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഫുൾ ടൈം ഇത് വെക്കണം. അങ്ങനെയാണ് ഇത് ഊരി വെച്ച് കാണിക്കാം. ഞാൻ എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും എനിക്ക് കണ്ണട ഇല്ലായിരുന്നു. ഇന്നാണ് ഞാൻ കണ്ണട വെച്ചത് തന്നെ. അപ്പം കാണിച്ചു തരാം. എൻ്റെ കണ്ണട വെച്ചപ്പോൾ കോലം കണ്ടില്ലേ. അപ്പം നാളെ ഞായറാഴ്ചയാണ്. അപ്പം എനിക്ക് പള്ളിയിലൊക്കെ പോകണം. പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഈ കണ്ണട തരുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് തന്നെ കണ്ണട വെച്ചത് എന്ന് ചോദിക്കും. അപ്പം എൻ്റെ അച്ഛന് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ബുക്ക് വായിക്കുമ്പോഴും എൻ്റെ ബൈബിള് വായിക്കുമ്പോഴും ഫോൺ കാണുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് കാണുക. ഇപ്പം ഞാൻ നോക്ക്, ഫോൺ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് കാണുക. അത്ര അടുത്ത് വെച്ചിട്ടല്ലേ കാണുന്നത്. സംശയം ഉണ്ടായിരുന്നു. അപ്പം അത് ശരിയായിരുന്നു. കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പം കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി എല്ലാവരും അറിയണ്ടേ കണ്ണടയൊക്കെ വെച്ചു. അപ്പം എല്ലാവരും അത് അറിയണ്ടേ. അല്ലെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കണ്ണട വയ്ക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ കണ്ണട വെച്ചതൊന്നും. ഇപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഉടനെ തന്നെ അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. ഡാൻസിൻ്റെ വീഡിയോയും ഏത് വീഡിയോ വേണമെങ്കിലും വരും. ഞാൻ പുതിയ ഫോണിൻ്റെ സ്റ്റാൻഡൊക്കെ മേടിച്ചു. അപ്പം ഇനി മുതലായില്ല വീഡിയോ എടുക്കുക. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോണിങ്ങനെ ഷേക്കൊക്കെ ആയി പോകുമായിരുന്നു. എപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ അനങ്ങിക്കോട്ടെ. അപ്പം ഇനി വീഡിയോ ഒന്നും എടുക്കാൻ അറിയത്തില്ലായിരുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സേ ഇല്ല. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ ഫ്രണ്ടിന് ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അപ്പം എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ടിന് കുറവ് സബ്സ്ക്രൈബേഴ്സും ആയിരുന്നു. അപ്പം എനിക്കന്ന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് ഇപ്പം ഫ്രണ്ടിന് 1K കഴിഞ്ഞു. ഇപ്പം 1.2K എന്തോ ആണ്. പക്ഷെ എനിക്കോ 435 ഇത്ര സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ണടയൊക്കെ എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.